നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. താൻ ഒരു തവണ മാത്രമേ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ എന്ന കടകംപള്ളിയുടെ ആവർത്തിച്ചുള്ള വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു തെളിവ്, രണ്ടാമത്തെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് അനിവാര്യമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. രാഷ്ട്രീയ അനുമതി ലഭിച്ചാലുടൻ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് SITയുടെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം വകുപ്പ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും കുരുക്കുമുറുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചിത്രം കൂടി പുറത്തു വന്നിരിക്കുന്നത്. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആദ്യ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പുതിയ ചിത്രം പുറത്തു വന്നിരിക്കുമ്പോൾ വീണ്ടും ഇതിനെന്ത് വാദമാണ് ഇനി തിരിച്ച് കടകംപള്ളി സുരേന്ദ്രൻ പറയാൻ പോകുന്നത് എന്നുള്ളതുമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ രണ്ടാമതെത്തിയപ്പോൾ പകർത്തിയ ചിത്രമാണിതെന്നാണ് വിവരം. ബിരുദത്തിന് റാങ്ക് ലഭിച്ച പോറ്റിയുടെ അമ്മാവന്റെ മകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഉപഹാരം നൽകുന്നതാണ് ചിത്രം. അതേസമയം മന്ത്രി ഈ ഒരു കാര്യത്തിന് മാത്രമാണോ എത്തിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മന്ത്രി എത്തിയപ്പോൾ പുളിമാത്തെ വീട്ടിലേക്ക് പോറ്റി മകളെ വിളിച്ചതാണെന്നും അമ്മാവൻ വെങ്കടേശ്വരൻ പോറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ മറ്റൊരു ദിവസം എത്തിയതിന്റെ ചിത്രവും ആദ്യം പുറത്തു വന്നിരുന്നു. അന്ന് കടകംപള്ളി സുരേന്ദ്രനൊപ്പം റാന്നി മുൻ MLAയും നിലവിലെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രാഹാമും ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം കടകംപള്ളി സുരേന്ദ്രനും രാജു എബ്രാഹാമും നിൽക്കുന്നതായിരുന്നു ഒരു ചിത്രം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് കടകംപള്ളി സുരേന്ദ്രൻ സമ്മാനം നൽകുന്ന മറ്റൊരു ചിത്രവും പുറത്തു വന്നിരുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നതതല ബന്ധങ്ങളെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും വിളിച്ചു വരുത്താനും നീക്കമുണ്ട്. മന്ത്രി വീട്ടിലെത്തിയപ്പോൾ മകളെ അവിടേക്ക് വിളിച്ചു വരുത്തിയതാണെന്ന് കുട്ടിയുടെ പിതാവ് വെങ്കടേശ്വരൻ പോറ്റി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോറ്റിയുടെ കുടുംബവുമായി അത്രമേൽ അടുത്ത ബന്ധം കടകംപള്ളി പുലർത്തിയിരുന്നു എന്നതിലേക്കാണ് ഈ ചിത്രങ്ങൾ വിരൽ ചൂണ്ടുന്നത്. നേരത്തെ ഒരു ചിത്രം പുറത്തു വന്നപ്പോൾ പോറ്റിയുടെ പിതാവിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതാണെന്നും ഒപ്പം രാജു എബ്രഹാം ഉണ്ടായിരുന്നു എന്നുമായിരുന്നു കടകംപള്ളിയുടെ വിശദീകരണം. അന്ന് ആരോ നൽകിയ സമ്മാന പൊതി താൻ കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ പുതിയ ചിത്രം പുറത്തു വന്നതോടെ ആ സന്ദർശനം യാദൃശ്ചികമല്ലെന്നും പോറ്റിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു മുൻ മന്ത്രിയെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തിനാണ് കടകംപള്ളി രണ്ടാമതും അവിടെ എത്തിയത് എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം വിശദീകരണം തേടും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പുതിയ തെളിവുകൾ അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുഖ്യപ്രതിയുമായുള്ള മന്ത്രിയുടെ അടുത്ത ബന്ധം സ്വർണ്ണക്കടത്തിന് രാഷ്ട്രീയ തണൽ ലഭിച്ചുവെന്ന ആരോപണത്തിന് ബലമേകുന്നു. കടകംപള്ളിയെ പ്രതിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുന്നോടിയായി SIT ഉന്നത തലത്തിലുള്ള രാഷ്ട്രീയ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. പ്രതിരോധത്തിലായ CPMനെ ഈ പുതിയ തെളിവുകൾ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാമതും എത്തിയതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നത്. നേരത്തെ ഒരു ചിത്രം പുറത്തു വന്നപ്പോൾ പോറ്റിയുടെ പിതാവിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതാണെന്നും ഒപ്പം രാജു എബ്രഹാം ഉണ്ടായിരുന്നുവെന്നായിരുന്നു കടകംപള്ളിയുടെ ന്യായീകരണം. എന്നാൽ പുതിയ ചിത്രം വ്യക്തമാക്കുന്നത് പോറ്റിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു അന്നത്തെ ദേവസ്വം മന്ത്രി എന്നാണ്. കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലുമാണ് ഒരു മന്ത്രി, ദേവസ്വം മന്ത്രി തന്റെ സമയം ചിലവഴിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള നടന്ന കാലയളവിൽ മുഖ്യപ്രതിയുടെ വീട്ടിൽ മന്ത്രി നടത്തിയ ഈ രഹസ്യ സന്ദർശനങ്ങൾ കേസിൽ നിർണായക വഴിത്തിരിവാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും പുതിയ തെളിവുകൾ അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രതിയുടെ വീട്ടിൽ പോയി സമ്മാനങ്ങൾ നൽകുകയും ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തതിലൂടെ സ്വർണ്ണക്കടത്തിന് രാഷ്ട്രീയ തണൽ ലഭിച്ചുവെന്ന് SIT സംശയിക്കുന്നു. കടകംപള്ളിയെ പ്രതിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുന്നോടിയായി SIT ഇപ്പോൾ ഉന്നത തലത്തിലുള്ള രാഷ്ട്രീയ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. അനുമതി ലഭിച്ചാലുടൻ മുൻ മന്ത്രിയെ കസ്റ്റഡിയിലെടുത്തേക്കും.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ VSSCയുടെ അന്തിമ പരിശോധനാ റിപ്പോർട്ട് SITക്ക് ലഭിച്ചു. കൂടുതൽ സ്വർണം നഷ്ടമായതായി റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. പാളികളിൽ നിന്ന് ലഭിച്ചത് 989 ഗ്രാം സ്വർണമായിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ മൊഴി. എന്നാൽ ഇതിൽ കൂടുതൽ സ്വർണം ദ്വാരപാലക, കട്ടിളപ്പാളി എന്നിവയിൽ നിന്ന് നഷ്ടമായതായാണ് പരിശോധനാ റിപ്പോർട്ട്. 1 കിലോയിലധികം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എത്രയാണെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് SIT. VSSCയുടെ അന്തിമ റിപ്പോർട്ട് SIT ഉടൻ കോടതിയിൽ സമർപ്പിച്ചേക്കും. അതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ കുരുക്ക് മുറുക്കിക്കൊണ്ട് ഇപ്പോൾ ഈ ഒരു ചിത്രം കൂടി പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അടക്കം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരുന്നു SIT. അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയച്ചിരുന്നു. ഇപ്പോൾ കോൺഗ്രസും വെട്ടിലായിട്ടുണ്ട് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ആരോപണമാണ് ഇപ്പോൾ ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. കാരണം സോണിയാഗാന്ധിയുടെ അടക്കം ഒപ്പം നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം പുറത്തു വന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് മൂടി വയ്ക്കുന്നു, എന്തുകൊണ്ട് കോൺഗ്രസ് സമ്മതിക്കുന്നില്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് V ശിവൻകുട്ടിയെ പോലുള്ളവർ കൃത്യമായി തന്നെ ഒരു ആയുധം കോൺഗ്രസിന് നേരെയും ഉയർത്തുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വീണ്ടും ഒരു ദിവസം കൂടി സന്ദർശനത്തിന് എത്തിയിരുന്നതായി തെളിയിക്കുന്ന ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.